3:95. പിശാചിൻ്റെ ശക്തി അനന്തമല്ല, അവനൊരു സൃഷ്ടി മാത്രമാണ്. ഒരു സൃഷ്ടി മാത്രമാണ്. മാലാഖയായിട്ട് ദൈവം സൃഷ്ടിച്ചു, എന്നിട്ട് അവൻ സ്വയം ദുഷ്ടനായി തീർന്നു. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണ്. പൂർണ്ണമായ അരൂപിയാണല്ലോ, ശരീരമല്ലല്ലോ, അശരീരിയല്ലേ. അതുകൊണ്ട് ചില ശക്തികളൊക്കെ ഉണ്ട്. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി, ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, അത് തടയാൻ, പ്രിവെൻറ്റ് ചെയ്യാൻ അവൻ ശക്തനല്ല. കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, പക്ഷേ അവൻ വിജയിക്കില്ല. അന്തിമ വിജയം കർത്താവിൻ്റെതാണ്. പക്ഷേ കുറേ മനുഷ്യരൊക്കെ നാശത്തിലേക്ക് വലിച്ചിഴയ്ക്കാനായിട്ട് കഠിനമായിട്ട് പരിശ്രമങ്ങൾ നടത്തും. എന്നാലും പിശാചിനെ അവൻ്റെ ദുഷ്പ്രവർത്തനത്തിന് ദൈവം അനുവദിക്കാറുണ്ട്. ശക്തിയോടും സൗമ്യതയോടും കൂടി മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും ചരിത്രത്തെ നിയന്ത്രിച്ച് നയിക്കുന്ന ദൈവിക പരിപാലന പിശാചിനെ അവൻ്റെ പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന അത്രമാത്രമാണ് പിശാചിനും ദുഷ്ടാരൂപികൾക്കും ചെയ്യാൻ പറ്റുള്ളൂ. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ദൈവത്തോട് പെർമിഷൻ, അനുവാദം ചോദിക്കാൻ പോകുന്നുണ്ട് പിശാച്. ജോബിന് ഇന്നതൊക്കെ ചെയ്തോട്ടെ. അപ്പോൾ ദൈവം അനുവദിക്കുമ്പോൾ മാത്രം അത്ര മാത്രമേ അവന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവം ഇത് അനുവദിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നത്? ചെറിയ കുട്ടികൾ, കൊച്ചുങ്ങൾ അവർ ആദ്യമായിട്ട് നടക്കാനൊക്കെ പോകുമ്പോൾ അവർ വീഴാൻ പോകും. അപ്പോൾ മാതാപിതാക്കൾ വിചാരിക്കും ഒന്ന് വീഴട്ടെ, വീണ് തന്നെ എഴുന്നേറ്റ് പഠിക്കട്ടെ. അപ്പോൾ മസിലുകളൊക്കെ ഉപയോഗിച്ച് മാംസപേശികൾ സ്ട്രോങ് ആവും. അപ്പോൾ നമ്മൾ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ, ഒരു ബലപ്രയോഗം നടത്തുമ്പോൾ, ഒരു സമരം ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ് ആവും. അപ്പോൾ അതിനു വേണ്ടി പിശാചിൻ്റെ ചില പ്രവർത്തികളെ ദൈവം അനുവദിക്കും. നമ്മളത് ഫൈറ്റ് ചെയ്ത് നമ്മൾ ജയിക്കണം. മാലാഖമാർ ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ്. മനുഷ്യരോ മക്കളായി ഉയർത്തപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പം മക്കൾ എന്തിനാ സേവകരെ പേടിക്കുന്നേ? സെർവൻസിനെ എന്തിനാ പേടിക്കുന്നത് എന്തിനാ? പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അജ്ഞരായിട്ട് പോകരുത്. ഒരു ബോധമില്ലാതെ ഇങ്ങനെ ബോധക്കേടോടുകൂടി ഇങ്ങനെ നടക്കരുത്. ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളകളുടെ വിത്തുകൾ വിതച്ചു. അപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് ഒരു ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ശത്രു വന്നിട്ട് ഈ തിന്മയുടെ വിത്തുകൾ വിതയ്ക്കും. എന്നിട്ട് അത് ചെടിയായി മരമായി തിന്മയുടെ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ സംഭവിച്ചു അല്ലേ? കളകളുടെ ഉപമയുടെ അവിടെയൊക്കെ പറയുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു? നല്ല വിത്ത് മാത്രമല്ലേ വിതച്ചേ? അതെ, ഉണർന്നിരിക്കുമ്പോൾ നല്ല വിത്താണ് വിതച്ചേ. ഉറങ്ങിപ്പോയപ്പോൾ ശത്രു വന്ന് കളകളുടെ വിത്തും കൂടി വിതച്ചിട്ടു, നമ്മൾ അറിഞ്ഞില്ല. അത് വൃക്ഷമായി ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞ് ജാഗരൂകരായിരിക്കുവിൻ. നമുക്ക് ജാഗ്രത വേണം, ജാഗരൂകത വേണം, ഫോർസൈറ്റ് വേണം, വെയ്ക്ക്ഫുൾനെസ് വേണം, ഉണർവ്. പിശാചിനെയോ ദുഷ്ടാരൂപികളോ പേടിക്കാനല്ല, പക്ഷേ നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. നമ്മൾ സമരസഭയിലാണ്, യുദ്ധക്കളത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവളെന്താ അങ്ങനെ ചെയ്തേ, അവനെന്താ ഇങ്ങനെ ചെയ്തേ, ആ അച്ഛനെന്താ ഈ പാപം ചെയ്തേ, ഈ സിസ്റ്റർ എന്താ ഈ തെറ്റ് ചെയ്തേ. അപ്പോൾ ആരായാലും, ഏത് മനുഷ്യനായാലും നമ്മൾ ഏത് പാപമാണ് ചെയ്യുന്നത്, നമ്മുടെ ഏത് ഭാഗം ഉപയോഗിച്ചിട്ടാണ്, ശരീരമാണോ മനസ്സാണോ മെമ്മറിയാണോ, എന്തുപയോഗിച്ചിട്ടാണ് പാപം ചെയ്യുന്നത്, ആ ഒരു മേഖലയുടെ മേലെ നമ്മൾ ദുഷ്ടാരൂപികൾക്കൊരു കൺട്രോൾ കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ണുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കണ്ണ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവകൽപ്പനകൾ അനുസരിക്കാതിരിക്കരുത്. അനുസരണക്കേടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കലാണ്. CCC 407 407 അതിൽ പ്രകാരം പറയുന്നു, മനുഷ്യൻ സ്വതന്ത്രനായി തന്നെ നിലനിൽക്കുന്നുവെങ്കിലും ആദി മാതാപിതാക്കന്മാരുടെ പാപത്തോടെ പിശാച് മനുഷ്യൻ്റെ മേൽ ഒരു തരം ആധിപത്യം നേടി. അപ്പോൾ നമ്മൾ ദൈവത്തിനെ എപ്പോൾ അനുസരിക്കാതിരിക്കുമ്പോഴും, എപ്പോൾ പാപം ചെയ്യുമ്പോഴും, ദൈവത്തോട് എപ്പോൾ അനുസരണക്കേട് കാണിക്കുമ്പോഴും പിശാചിന് നമ്മുടെ മേൽ ഒരു ആധിപത്യം കിട്ടുകയാണ്. പിന്നെ നമ്മുടെ കൺട്രോൾ പോവാണ്.
അപ്പോൾ അവൻ എന്തിനാ ആത്മഹത്യ ചെയ്തേ, ഒന്ന് ചിന്തിക്കായിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ, കുറേ പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറേ നമ്മൾ ദൈവത്തിനെതിരായിട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കൺട്രോൾ പോവാണ്. പിന്നെ എന്താ നമ്മൾ ചെയ്യണമെന്ന് അറിയുന്നില്ല. ബി അലേർട്ട്, ബി കെയർഫുൾ. ആരായാലും ഏത് മനുഷ്യനായാലും ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ ധിക്കരിക്കരുത്.